പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി നമ്മുടെ ഇടയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ പൂർണ്ണഹൃദയത്തോടെ കുമ്പിട്ട് ആചാരം ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നമ്മളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മളെ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യോസ്തിയായി എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ തിരുകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ഒരു കരുണയുടെ മണിക്കൂർ ഈശോയെ എൻ്റെ ജീവിതത്തിലും നീ തൊടണമേ, എൻ്റെ ജീവിതത്തിലും നീ എഴുന്നള്ളി വരണമേ എന്നൊരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഈശോയെ ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും തമ്പുരാനെ നീ എന്നെ തള്ളിപ്പറയില്ല, നീ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാണ്ടാവുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഇല്ലാതാവുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ കുറയ്ക്കാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ നിന്നൊക്കെ താഴെ വരുന്ന ഒരു അനുഭവമൊക്കെ പലപ്പോഴും നമ്മളുണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ചിന്തിച്ച മറ്റ് രണ്ട് വ്യക്തികളെ കൂടി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അത് എലിസബത്തും സക്രിയയുമാണ്. വൃദ്ധനായ ആ ദമ്പതികൾ ഒരൊത്തിരി നാൾ പ്രാർത്ഥിച്ചു, എന്നാൽ പ്രാർത്ഥന കേൾക്കാതായെന്ന് അവർക്ക് തോന്നി. എങ്കിലും ആ ബലിപീഠത്തിനരികിൽ വെച്ച് സക്രിയ ഇങ്ങനെ കേൾക്കുകയാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1:13 നമ്മൾ കാണുന്നുണ്ട്. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു പക്ഷേ ഉത്തരങ്ങൾ ലഭിക്കാതാവുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നത്? എൻ്റെ വിശുദ്ധിയുടെ കുറവാണോ? എൻ്റെ പാപങ്ങളാണോ? അതുമല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലെ ചില അവസ്ഥകളാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കുകയോ നിരസിക്കപ്പെടുകയോ അവഗണിക്കുകയോ ദൈവം ചെയ്യില്ല. സക്രിയയുടെയും എലിസബത്തിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതാണ്. പലപ്പോഴും സ്വർഗം നിശ്ചലമായി നമുക്ക് തോന്നാം, എന്നാൽ ഓർക്കുക, കൃപ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആകാശം നിശ്ചലമായി തോന്നിയാലും കൃപ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും പ്രാർത്ഥനയെ നിഷേധിക്കുന്നതല്ല, മറിച്ച് കൃപയുടെ പ്രവർത്തനത്തിന് നമ്മെ ഒരുക്കുന്നതാണ്. ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും പ്രാർത്ഥനയെ നിരസിക്കുന്നതല്ല, മറിച്ച് കൃപയുടെ പ്രവർത്തനത്തിന് നമ്മെ ഒരുക്കുന്നതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാതാവുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിച്ചോ, നമ്മളെ മറന്നു കളഞ്ഞോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. ഇന്നു മുതൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. യോഹന്നാൻ്റെ വരവിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ സുവിശേഷങ്ങൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് കേൾക്കുക. യോഹന്നാൻ, അവൻ്റെ ജനനം തന്നെ നിങ്ങൾ നോക്കിക്കേ, ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതിയ ആ 2 വൃദ്ധ ദമ്പതിമാരിൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈശോനെ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, ശിലോഹ കുളത്തിൻ്റെ കവാടമിടിഞ്ഞ് വീണ് മരിച്ചവരിൽ അവരുടെ പാപം നിമിത്തമാണോ, അല്ലെങ്കിൽ അവരെ കുറവ് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ഈശോ തന്നെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, ദൈവത്തിൻ്റെ മഹത്വം അവരിൽ പ്രകടമാകാനാണ്. ദൈവത്തിൻ്റെ മഹത്വം അവരിൽ പ്രകടമാകാനാണ്.
പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ സൃഷ്ടാവിനോട് സമയസംബന്ധിതമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മളെങ്ങനെ ചോദിക്കും? ഇതെനിക്ക് വേണം എന്ന് നമ്മളെങ്ങനെ ചോദിക്കും? ആ ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാകണം, വിശ്വാസത്തിൽ നിന്നാകണം. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും കേൾക്കപ്പെടാതെ പോകുന്നു എന്ന് തോന്നുമ്പോൾ ആ ചോദ്യങ്ങളെ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കണം. കുറേ നാളുകളായി ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടാതെ വന്നു. അപ്പോൾ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവമേ, നിൻ്റെ ആഗ്രഹം എന്തോ അത് നടക്കാനായിട്ട് നീ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ ആ പ്രാർത്ഥനകളുണ്ടായിരുന്ന രണ്ടുപേരാണ് ഈ എലിസബത്തും സക്കറിയായും. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ തമ്പുരാനെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തോ അത് സ്വീകരിക്കുവാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പദ്ധതികളല്ല, നിൻ്റെ പദ്ധതി നിറവേറാനായി ഞങ്ങൾ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന പരിശുദ്ധ അമ്മ വിശ്വസിച്ച്, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മാലാഖ വന്ന് പറയുന്ന വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ഒരു പക്ഷേ പരിശുദ്ധ അമ്മ നിൽക്കുമ്പോൾ അവസാനം പറഞ്ഞ ആ ഒരു വചനം അത് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായി നമ്മൾ കാണുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും വാങ്ങുമ്പോൾ, പലതരത്തിലുള്ള നന്മകൾ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം പല വിധത്തിൽ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഒക്കെ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അറിയിക്കുമ്പോൾ എത്രമാത്രം വിശ്വസ്തയോടെ തമ്പുരാന് തിരിച്ച് നന്ദി പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ട ഒരു റെസ്പോൺസാണ്. തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്, നമ്മൾ പ്രതികരിക്കുന്നതാണ് നന്ദി പറയുക എന്ന് പറയുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ തമ്പുരാനെ എത്രമാത്രം നന്ദി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ പ്രതി, എൻ്റെ ജീവിതത്തെ പ്രതി, എൻ്റെ ജോലിയെ പ്രതി, എനിക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി, എൻ്റെ ആരോഗ്യത്തെ പ്രതി എത്രമാത്രം ഞാൻ കർത്താവിന് നന്ദിയുള്ളവനാണ്. തമ്പുരാനെ, ഇന്നേ വരെ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും, ഇന്നേ വരെ എന്നെ നയിച്ച എല്ലാ വഴികളെ ഓർത്തും, എൻ്റെ ജീവിതത്തിൽ പാഠമാകാനും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനും തമ്പുരാനെ നീ അനുവദിച്ച ഓരോ വ്യക്തികളെ ഓർത്തും നന്ദി പറയുന്നു. ഈ നിമിഷം വരെ നന്ദി പറയാനായിട്ട് ഞാൻ മറന്നുപോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക്, ഈശോയുടെ നേരെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.